ഹായ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കാട്ടിൽ ഡൽഹിയിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അതായത് ഡൽഹി നഗരത്തിന്റെ തിരക്കും ഇതെല്ലാം ഉള്ള സമയം ഡൽഹിയിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട്. നമുക്ക് എല്ലാവർക്കും പക്ഷെ നമ്മൾ ഇതുവരെ അങ്ങനെ വരാൻ ഒരു ഇത് കിട്ടിയില്ല. ഇത് വന്ന് സഞ്ജയ് വൻ എന്ന് പറയും. ശരിക്കും വന്നാണ്. അടിപൊളി സ്ഥലമാണ്. പറഞ്ഞോ. മസിലല്ല കാണിക്കട്ടെ, സഞ്ജയ് വൻ കാണിക്കാം. നമുക്ക് സഞ്ജയ് വനിൽ അങ്ങോട്ട് ഇവർക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് സഞ്ജയ് വൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചാൽ നോക്കുന്ന വെള്ളം പൊളി വെള്ളം. നമ്മൾ സഞ്ജയ് വൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ട് നിൽക്കുമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കാൻ നല്ല സൗകര്യമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചുറ്റും നല്ല മുളം കാടും. ആൾക്കാരെല്ലാം കുറവാണെന്നാലും ആൾക്കാർ കുറച്ചിങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ആൾ കുറവായിരിക്കും. അപ്പോൾ ഡൽഹി നഗരത്തിൻ്റെ എന്താ പറയുക, തിരക്കുകളിൽ നിന്ന് മാറി ശരിക്കൊരു കാടിൻ്റെ ഫീല് കിട്ടണമെങ്കിൽ വന്നിട്ടില്ലാത്ത ആൾക്കാർ തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്ക് വരിക. അപ്പോൾ നമുക്ക് ഉള്ളിൽ എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് നോക്കാം. നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് നടന്ന് എൻജോയ് ചെയ്യാം. അപ്പോൾ ആ നടക്കുന്ന കൂട്ടത്തിൽ നമുക്കൊരു അടിപൊളി ഒരു പാട്ടും കൂടി കേൾക്കാം. വലിയ എന്താ പറയുക, പിന്നണി ഗായകന്മാരോ അല്ലെങ്കിൽ വലിയ എന്താ പറയുക ഗാനരചയിതാക്കളോ ഇല്ലാതെ എഴുതി ഉണ്ടാക്കിയ ഒരു അടിപൊളി പാട്ട് കേട്ടിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റിലൊന്ന് ഇട്ടേക്കണം കേട്ടോ. ഈ കാട്ടിൽ ഒന്ന് കാതോർത്ത് കഴിഞ്ഞാൽ നല്ല വെള്ളത്തിൻ്റെയും ചെറിയ കിളികളെയൊക്കെ സൗണ്ട് നല്ല സൂപ്പറായിട്ട് കേൾക്കാൻ പറ്റും. അതും ആസ്വദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അഴുക്ക് വെള്ളമാണല്ലോ, നല്ല വെള്ളം. പക്ഷെ ഒരു മണം ചളി കെട്ടി നിന്നിട്ടാന്ന് തോന്നുന്നു. ഹായ്, നമ്മളെ പുളിഞ്ചിയിലെ സ്വാഗതം. മേഘം പെയ്തിറങ്ങി വാനിൽ മാറിവില്ലും തേടി ഞാൻ നിന്നെ സ്വപ്നഭൂമിയിൽ. എന്റെ വകന്യകേ വർണ്ണ ചിറകേറി വരുമോ മനസ്സിൽ ചേക്കേറാമൊരു സന്ധ്യാ പുഷ്പം ഞാൻ നിനക്കായി കാത്തുവെച്ചു. എൻ വീണ തന്ത്രികൾ മീട്ടാൻ നിന്നോമൽ വിരൽ തുമ്പിനാ എന്റെ വകന്യകേ. നിലാവിന്റെ വെട്ടത്തിൽ ഈ യമുനാ നദിക്കരയിൽ ഞാൻ നിൻ പാദസ്വനം കാതോർത്തിരിക്കെ. വരില്ലേ എൻ പ്രേമസുരഭില സുവർണ നിമിഷത്തിൻ ചിറകേകുവാൻ. വരില്ലേ നീ ചെടിയാ നാമത് ചെടി എന്തോ മറ്റേ ബ്രിഞ്ചാളിൻ്റെ എന്തോ ആണെന്ന് തോന്നണം ഇത് കണ്ടിട്ട്. എത്ര വൃത്തിക്ക് സൂക്ഷിക്കേണ്ട സ്ഥലമാണ് ഇത്. അതിൻ്റെ അടക്കും വേസ്റ്റ് ഇട്ടിട്ട് പോയിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ആൾക്കാരെ മെയിൻ പ്രശ്നം. പൊല്യൂഷനും കൂടുതലാണല്ലേ, ഭയങ്കര പൊല്യൂഷനാണല്ലേ.
യാത്രകൾ സ്വപ്നം നിറഞ്ഞ നിറമുള്ള മണം. കുറേ ദൂരം നടന്ന് വന്ന സമയത്ത് എൻ്റെ അമ്മ അടിപൊളിയാണല്ലോ. നല്ലൊരു അടിപൊളി എൻട്രൻസ് എല്ലാം കണ്ടു. ഇതിൻ്റെ ഉള്ളൊന്ന് കയറി നോക്കട്ടെ. പാറയെല്ലാം കാണുന്നുണ്ട്. ഇതെല്ലാം ഇപ്പം ഡൽഹി നഗരത്തിനുള്ളിൽ ഇങ്ങനെയുള്ള സ്ഥലമെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ച അടിപൊളിയാണ്. ആ മോനെ വേറെ തന്നെ സ്ഥലത്തെ പോലെയുണ്ട്. ആടെ പൊന്നു അടിപൊളി. ഇതൊന്നും ആയിരിക്കും നശിപ്പിക്കാൻ തോന്നാതിരുന്നാൽ മതി. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നോ ഡോണ്ട് ടച്ച്. അതിൽ ബോംബാണ്. ബോംബ് ഡോണ്ട് ടച്ച്. വിജനമായ കാട്ടുപാത. ഈ വിജനമായ കാട്ടുപാത ഉള്ളത് ഡൽഹി നഗരത്തിൻ്റെ നടുക്കാണ്. പെട്ടെന്ന് വിചാരിക്കും ഇത് എവിടെയോ സ്ഥലമാണെന്ന്, പക്ഷെ അല്ല, ഇത് ഡൽഹിൻ്റെ നടുക്കുള്ള സ്ഥലമാണ്. ഇതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചത് വലിയ കാര്യം തന്നെ. കാട്ടിൽ നിന്ന് ചപ്പും ചവറെല്ലാം പെറുക്കിയിട്ട് വരുന്ന ഒരാള്. ഓ സിലിണ്ടർ ഇല്ലാത്തോണ്ട് കത്തിക്കാൻ വേണ്ടിട്ടാ. നമുക്ക് സിലിണ്ടർ അല്ല, പൈപ്പ് ലൈൻ, അതുകൊണ്ട് പേടിക്കണ്ട. നടന്നോ. ഇതില് നടന്ന് എവിടെയോ എത്തും. നമ്മൾ യൂട്യൂബിൽ നമ്മളെപ്പം കാണുന്ന ബാക്ക് പാക്കർ സുതിയെല്ലാം പോകുന്ന പോലെ പുതിയ പുതിയ വഴികൾ കണ്ടുപിടിച്ച് ഇങ്ങനെ നടക്കല. ഈ കാട് മുഴുവൻ ഫോറസ്റ്റ് ആണല്ലോ എന്ന് പണ്ടാരോ പറഞ്ഞ പോലെ. ഈ സഞ്ജയ് വൻ അല്ലെങ്കിൽ സഞ്ജയ് പാർക്ക് എന്ന് പറയുന്ന അടിപൊളി സംഭവം തന്നെയാണ്. എന്തായാലും ആ ഒരു പട്ടിയിലുണ്ടല്ലോ, ആ 2 പട്ടികൾ, 2 പട്ടീസ്. പക്ഷേ എത്രയായാലും ഒക്കെ ആൾക്കാർക്ക് പ്ലാസ്റ്റിക്, ഇതിൻ്റെ അകത്ത് ടിഷ്യൂ എല്ലാം ബാനാണ്. ടിഷ്യൂ എല്ലാം ബാൻ ചെയ്തിട്ട് എന്നാ കാര്യം മനസ്സിലാവുന്നില്ല. പക്ഷെ പ്ലാസ്റ്റിക് എല്ലാം ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്, അതൊന്നും ബാൻ ചെയ്തിട്ടില്ല. ഇതിങ്ങനെ നടന്ന് വേറെ ഏതിലോ അങ്ങ് പുറത്തിറങ്ങും. നോക്കാം. പുറത്തേക്കുള്ള വഴി എക്സ്പ്ലോർ ചെയ്തിട്ട് പോകുന്നതാണ്. ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇല്ല ഞാൻ തോന്നുന്നു വഴി ആൾക്കാർ വരുന്ന കാണുന്നുണ്ട്. ആ ഇത് തന്നെയാണ്, എവിടെ എത്തുന്നുണ്ട്. ആ ഇത് പുറത്തേക്കുള്ള വഴിയാണ്. അപ്പോൾ നമ്മൾ സഞ്ജയ് വനിന്ന് മെല്ലെ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇനിയും കാണിക്കാം, ഇനിയും എക്സ്പ്ലോർ ചെയ്യാം. അപ്പം ശരി, ബൈ ബൈ. എത്രയെല്ലാം നല്ല സ്ഥലം ഉണ്ടാക്കി കൊടുത്താലും വേസ്റ്റ് ഇട്ട് നശിപ്പിക്കാൻ നോർത്ത് ഇന്ത്യൻസിനെ കഴിഞ്ഞിട്ട് ആളില്ലോ. നോക്കിയാട്ടെ, ദൈവത്തിൻ്റെ ഇതെല്ലാം കൊണ്ടിട്ടിട്ട് ആടെ വേസ്റ്റും എന്തൊരു വൃത്തികേടാന്ന് നോക്കിയിട്ട്. എത്ര നല്ല സ്ഥലമാണ്, അതെല്ലാം ഇങ്ങനെ നശിപ്പിക്കാനായിട്ടാണ് ഇവർ. അങ്ങനെ നമ്മൾ നടന്ന് പുറത്ത് എത്തി. പുറത്ത് വെച്ചാൽ ഒരു പോക്കറ്റ് റോഡ് പോലത്തെ സ്ഥലത്തെത്തി. നമ്മൾ തേന്മാവിൻ കൊമ്പത്തിലെ പോലെ എവിടെ എത്തി. നമ്മൾ നാട് മാറി ലേലു വേറെ ഏതോ സ്ഥലത്തെത്തി നമ്മൾ.
എന്നാൽ അപ്പം നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ ഒരു ലൈക്കും അതിൻ്റെ അടിയിലൊരു കമൻറ്റും എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടിട്ട് നമുക്കൊരു എന്താ പറയുക ഒരു ഉഷാറാവും വീഡിയോ എല്ലാം ചെയ്യുമ്പോൾ. അപ്പോൾ ശരി എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.